എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് മൊഡ്യൂൾ 2 ലാമിസ് തിയറത്തിലെ രണ്ടാമത്തെ പ്രോബ്ലമാണ് നമ്മളിന്നിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് ആദ്യം നോക്കാം. ഫൈൻഡ് ഔട്ട് ദ ടെൻഷൻ ഇൻ ഓൾ ദ സ്ട്രിങ്സ് എ ബി ബി സി ആൻഡ് സി ഡി. ഇതാണ് നമ്മളുടെ ഫിഗർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് എ ബി ബി സി ആൻഡ് സി ഡി എന്ന് പറഞ്ഞിട്ടുള്ള 3 സ്ട്രിങ്സ് ഉണ്ട്. ഇതിലെ ടെൻഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് കൂടാണ്ട് എ ബി സി എന്ന് പറഞ്ഞിട്ടുള്ള ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 125 ഡിഗ്രിയാണ്. ബി സി ഡി എന്ന് പറഞ്ഞ ആംഗിൾ ഉണ്ട്, 110 ഡിഗ്രിയാണ് അതിൻ്റെത് വരുന്നത്. ദെൻ ബിയിൽ നിന്നും ഒരു 50 ന്യൂട്ടൺ താഴേക്ക് വെർട്ടിക്കലി എന്ത് ചെയ്യുന്നുണ്ട്? ആക്ട് ചെയ്യുന്നുണ്ട്. സിയിൽ നിന്നും ഒരു 80 ന്യൂട്ടനും വെർട്ടിക്കലി ആക്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഇതിനെ നമുക്ക് ഒന്നിച്ച് കണ്ടുപിടിക്കുന്നതിനേക്കാളും 2 പാർട്ടായിട്ട് കണ്ടുപിടിക്കുക അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് നമ്മളുടെ ഫസ്റ്റ് പാർട്ടും ഇത് നമ്മളുടെ സെക്കൻഡ് പാർട്ടുമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. എങ്ങനെ? സെപ്പറേറ്റ്ലി വരയ്ക്കണം. അതായത് ഫസ്റ്റ് പാർട്ടിനെ ആദ്യം വരയ്ക്കുക, എന്നിട്ട് സോൾവ് ചെയ്യുക. ദെൻ സെക്കൻഡ് പാർട്ട് ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിട്ട് സോൾവ് ചെയ്യുക. ഓക്കെ, നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ പോവുകയാണ്. എന്തായിരുന്നു ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഒരു ഇതിൽ ആക്ട് ചെയ്യുന്ന സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന വാൾസും സപ്പോർട്ട്സും എല്ലാം റിമൂവ് ചെയ്ത് ജസ്റ്റ് അതിൻ്റെ റിയാക്ഷനും ലോഡും മാത്രം കാണിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. നോക്കുന്ന സമയത്ത് പി എ ബി അല്ലേ, അതായത് ഈ ഒരു സ്ട്രിങ് ആണ് എന്ത്? പി എ ബി എന്ന് പറയുന്നത്. അതാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ബി സി ഉണ്ട്. ബി സിയുടെ ഇത്രയും പോർഷൻ നമ്മളിവിടെ വരച്ചു, ബി സി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? പി ബി സി എന്ന് എഴുതാൻ വേണ്ടിയിട്ട് വെച്ചു. താഴേക്ക് എത്ര ആക്ട് ചെയ്യുന്നുണ്ട്? താഴേക്ക് 50 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഇതിൽ ആക്ട് ചെയ്യുന്ന ലോഡ്സ് വരുന്നത്. ഇതൊക്കെ പി എ ബി, പി ബി സി ആൻഡ് താഴേക്ക് ഒരു 50 ന്യൂട്ടൺ. ഇനി നമുക്ക് ഈ ഒരു ആംഗിൾ തന്നിട്ടുണ്ട് അല്ലേ? അതായത് എ ബി സി ഉണ്ടാക്കുന്ന ആംഗിളാണ് എത്ര? 125 ഡിഗ്രി എന്നുള്ളത്. ഓക്കെ, ഈ ഒരു ആംഗിൾ നമുക്ക് ഓൾറെഡി അറിയാൻ പറ്റുമല്ലോ. എന്താണ്? ഇതിന് വെർട്ടിക്കലായിട്ടാണ് ഈ ഒരു 50 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത്. സോ ഇതെന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ആംഗിളാണ് കിട്ടേണ്ടത്. ലാമിസ് തിയറം അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 ആംഗിൾ നമുക്ക് കിട്ടണം. ഇനി നമുക്ക് കിട്ടാനുള്ള ആംഗിൾ ഇതാണ്. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആംഗിളിന് ടോട്ടൽ എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും അല്ലേ? സോ 360 ഡിഗ്രി മൈനസ് ഈ 2 ആംഗിളും കൂടി ആഡ് ചെയ്യുക. 125 ഡിഗ്രി പ്ലസ് 90 ഡിഗ്രി. നമുക്ക് എത്ര കിട്ടും? 145 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ, അതായത് പി എ ബിയും ഈ ഒരു 50 ന്യൂട്ടനും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് എത്ര? 145 ഡിഗ്രി എന്ന് പറയുന്നത്. സോ നമുക്ക് എന്തൊക്കെ കിട്ടി? 3 ഫോഴ്സസ് കിട്ടി. പി എ ബി, പി ബി സി, 50 ന്യൂട്ടൺ എന്ന് പറഞ്ഞ 3 ഫോഴ്സുകൾ ഇവിടെ കിട്ടി. കൂടാതെ എന്ത് കിട്ടി? 125, 90, 145 എന്ന് പറയുന്ന 3 ആംഗിൾസും കിട്ടി. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അപ്ലൈയിങ് ലാമിസ് തിയറം. ലാമിസ് തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ്? നമുക്ക് ഈ ഒരു പി എ ബി എന്നുള്ള വാല്യൂ എടുക്കാം. സോ പി എ ബി ഡിവൈഡഡ് ബൈ ലാമിസ് തിയറം അനുസരിച്ച് എങ്ങനെയാണ്? മറ്റ് 2 ഫോഴ്സുകൾ അല്ലേ, ഈ ഒരു പി എ ബി എന്ന് പറയുന്ന ഫോഴ്സ് മറ്റ് 2 ഫോഴ്സുകൾ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ സൈനിന് പ്രപ്പോർഷണൽ ആയിരിക്കും എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് എങ്ങനെ എഴുതാം? പി എ ബി, മറ്റ് 2 ഫോഴ്സ് ഏതൊക്കെയാണ്? പി ബി സിയും 50യും. അതുണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. സോ പി എ ബി ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് ചെയ്യാം? സൈൻ ഓഫ് 90 ഡിഗ്രി. ഓക്കെ, ഇനിയോ പി ബി സി എന്ന് പറയുന്ന ഫോഴ്സ് ആണുള്ളത്. സോ നമ്മളത് എഴുതി. പി ബി സി ഡിവൈഡഡ് ബൈ മറ്റ് 2 ഫോഴ്സുകൾ പി എ ബിയും 50യും ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 145 ആണ്. അതിൻ്റെ സൈൻ ഓഫ് 145 ഈക്വൽ ടു നെക്സ്റ്റ് ഏതാണുള്ളത്? ലാസ്റ്റ് ഫോഴ്സ് ഏതാണ്? 50 ന്യൂട്ടൺ ആണ്. 50 ഡിവൈഡഡ് ബൈ അതിൻ്റെ ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ അത് കൂടാതെ മറ്റ് 2 ഫോഴ്സുകൾ ഉണ്ടാക്കുന്ന ആംഗിൾ 125 ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ 125.
ഇനി നമുക്ക് എന്ത് കാണണം? ഇതിൽ നിന്നും PABയും PBCയും ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? PAB ആൻഡ് PBC ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യണം അല്ലേ? ഏതെങ്കിലും രണ്ട് ഇക്വേഷനെ വെച്ച് നമുക്ക് ഇക്വേറ്റ് ചെയ്യണം. ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് പോർഷൻസും അറിയാവുന്ന ഒരു ഇക്വേഷൻ ഏതാണ്? 50 ആൻഡ് 125 അല്ലേ? ഇത് നമുക്ക് ഒരൊറ്റ വാല്യൂ ആക്കി എഴുതാൻ പറ്റുന്നതാണ്. സോ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് രണ്ടിനെയും ഇക്വേറ്റ് ചെയ്തിട്ട് വാല്യൂ കണ്ടുപിടിക്കാം. അങ്ങനെയായിരുന്നു. നമുക്ക് ആദ്യം PAB എത്രയാണെന്നുള്ളത് നോക്കാം. PAB ഡിവൈഡഡ് ബൈ സൈൻ 90 നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഈ ഒരു ഇക്വേഷനുമായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പോവുകയാണ്. 50 ഡിവൈഡഡ് ബൈ സൈൻ 125. ഓക്കെ, PAB ആണ് നമുക്ക് കിട്ടേണ്ടത്. PAB ഈസ് ഈക്വൽ ടു എന്താണ്? 50. ഇവിടുത്തെ ഡിവൈഡഡ് ബൈ സൈൻ 90 എന്നുള്ളത് എന്ത് ചെയ്യും? ഇവിടെ പോകുമ്പോൾ ഇൻറ്റു സൈൻ 90 എന്നാവും. ഡിവൈഡഡ് ബൈ ഈ ഒരു സൈൻ 125. PAB എത്ര കിട്ടും? 61.04 ന്യൂട്ടൺ. ഓക്കെ, നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്? യൂണിറ്റ് തന്നിട്ടുണ്ട്. 80 ന്യൂട്ടൺ ആൻഡ് 50 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. സോ ന്യൂട്ടൺ എന്നുള്ളത് കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഏതാണ് കാണാനുള്ളത്? PBC ആണ് കണ്ടുപിടിക്കാനുള്ളത്. PBC ഈക്വൽ ടു PBC ഡിവൈഡഡ് ബൈ സൈൻ 145 ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്തു? 50 ഡിവൈഡഡ് ബൈ സൈൻ 125 എന്ന് കൊടുത്തു. ഇതിൽ നിന്ന് നമുക്ക് PBC കണ്ടുപിടിക്കാം. PBC ഈക്വൽ ടു എന്തായിരിക്കും? 50 ഇൻറ്റു സൈൻ 145 ഡിവൈഡഡ് ബൈ സൈൻ 125. അതിൻ്റെ വാല്യൂ നമുക്ക് 35.01 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോർഷനിലെ രണ്ട് സ്ട്രിങ്സ് കണ്ടുപിടിച്ചു. AB ആൻഡ് BC എന്ന് പറയുന്ന രണ്ട് സ്ട്രിങ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് CD എന്ന് പറയുന്ന പോർഷനാണ്, സ്ട്രിങ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുക? രണ്ടാമത്തെ പാർട്ട് അല്ലേ? ഇതിലെ രണ്ടാമത്തെ പാർട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഫ്രീ ബോഡി ഡയഗ്രാം ആയിട്ട് ഇവിടെ വരയ്ക്കാൻ പോവുകയാണ്. വരയ്ക്കുന്ന സമയത്ത് PCB, ഓക്കെ, PCB അതായത് ഇവിടെ നിന്നും ഇങ്ങോട്ടേക്കാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് അതിന് നമ്മൾ CB എന്ന് കൊടുത്തത്. ഓക്കെ, PCB വരച്ചു. അതിന് ശേഷം എന്തുണ്ട്? ഇവിടെ 110 എന്ന് പറയുന്ന ഡിഗ്രി ഉണ്ട്. അതിന് മുന്നേ നമ്മൾ PCDയും കൂടി വരയ്ക്കണം. അതാണ് ഈ ഒരു PCD എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ എന്തുണ്ട്? 110 ഡിഗ്രി ഉണ്ട്. ഇത് എത്രയാണെന്ന് നമുക്കറിയാം. ഇത് 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. സോ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കണം. അതെങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്? 360 ഡിഗ്രി മൈനസ് 110 ഡിഗ്രി പ്ലസ് 90 ഡിഗ്രി എന്നായിരുന്നു കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ വാല്യൂ 160 ഡിഗ്രി എന്ന് കിട്ടും. ഇതാണ് എന്ത്? 160 ഡിഗ്രി. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ തന്നെ നമ്മളുടെ ലാമിസ് തിയറം അപ്ലൈ ചെയ്യണം. ലാമിസ് തിയറം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ എഴുതാം? PCB ഡിവൈഡഡ് ബൈ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ മറ്റ് രണ്ട് ഫോഴ്സുകൾ ഉണ്ടാക്കുന്ന ആംഗിൾ സൈൻ 160. ഓക്കെ, ഈക്വൽ ടു എങ്ങനെ എഴുതാം? അടുത്തത് PCD എന്ന് പറയുന്ന സ്ട്രിങ് ആണ്. PCD ഡിവൈഡഡ് ബൈ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് എന്താണ്? സൈൻ 90 ഡിഗ്രി ആണ്. ഈക്വൽ ടു ഈ ഒരു 80 അല്ലേ? 80 ഡിവൈഡഡ് ബൈ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് എന്താണ്? സൈൻ 110 ഡിഗ്രി ആണ്. ഇതിൽ നിന്ന് നമുക്ക് PCD കണ്ടുപിടിക്കാം. PCD ഈസ് ഈക്വൽ ടു 80 ബൈ സൈൻ 110 എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ? PCD ഡിവൈഡഡ് ബൈ സൈൻ 90 ഈക്വൽ ടു 80 ഡിവൈഡഡ് ബൈ സൈൻ 110. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? PCD ഈക്വൽ ടു 80 ഇൻറ്റു സൈൻ 90 ഡിവൈഡഡ് ബൈ സൈൻ 110 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എത്രയാണ് PCDൻ്റെ വാല്യൂ കിട്ടുന്നത്? 85.13 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? PCB കണ്ടുപിടിക്കാൻ പോവാണ്. PCB ഈക്വൽ ടു നമുക്ക് ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 80 ഇൻറ്റു സൈൻ 160 ഡിവൈഡഡ് ബൈ സൈൻ 110 എന്ന് കിട്ടും അല്ലേ? ഓക്കെ, അപ്പോൾ PCBയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 29.12 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് ഏതൊക്കെ കണ്ടുപിടിച്ചു? AB, BC ആൻഡ് CD കണ്ടുപിടിച്ചു. ഏതാണ് AB? AB എന്ന് പറയുന്നത് 61.04 ന്യൂട്ടൺ ആണ്. BC എന്ന് പറയുന്നത് 35.01 ന്യൂട്ടൺ ആണ്. CDയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 85.13 ന്യൂട്ടൺ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇങ്ങനെ ഒത്തിരി ഇത് വരുന്ന ഇൻ്റർസെക്ഷൻ വരുന്നിടത്ത് രണ്ട് പോർഷനാക്കി മാറ്റി ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ യൂണിറ്റ്
എപ്പോഴും എന്ത് ചെയ്യാൻ വേണ്ടി നോക്കുക, ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുക. ഇവിടെ ന്യൂട്ടൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ ചെയ്യുമ്പോഴും അത് ന്യൂട്ടൺ ആയിരിക്കണം. കിലോ ന്യൂട്ടൺ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, യൂണിറ്റ് എല്ലാം കിലോ ന്യൂട്ടൺ കൊടുക്കുക. പിന്നെ ഈ ആംഗിൾ എടുക്കുന്നിടത്തും ശ്രദ്ധിക്കുക. ഈ രണ്ട് ആംഗിൾ ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഈ ഒരു ആംഗിൾ മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ. സോ ആംഗിൾ വെച്ചിരിക്കാണ്ട് ഇതും എത്രയായിരിക്കും, 90 ആയിരിക്കും എന്ന് വിചാരിച്ച് അത് ചെയ്യുക. ദെൻ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് 360 ടോട്ടൽ നമുക്കറിയാം 360 ആണ്. 360യിൽ നിന്നും ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ ആംഗിൾ കിട്ടും. അത് വെച്ചിട്ട് വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. ഇത് ഫുള്ള് ചെയ്യണം, കുറച്ച് ചെയ്ത് വെക്കുകയല്ല വേണ്ടത്. ഈ ഒരു പോർഷൻസ് മുഴുവനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, എ ബി ബി സി ആൻഡ് സി ഡി മൂന്ന് സ്ട്രിങ്സിലെയും എ ബി ബി സി ആൻഡ് സി ഡി എന്ന് പറഞ്ഞുള്ള 3 സ്ട്രിങ്സിലെയും ടെൻഷനാണ് നമുക്ക് കിട്ടേണ്ടത്. സോ അത് മുഴുവൻ കണ്ടു തീർക്കുന്നത് വരെ നിങ്ങളുടെ പ്രോബ്ലം കംപ്ലീറ്റ് ആയിട്ട് ചെയ്യട്ടോ. ഓക്കെ, താങ്ക് യു.